നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കളിച്ചിരികളുടെ 2 മാസത്തെ വേനലവധിക്ക് ശേഷം പഠനനാളുകളുടെ പുത്തൻ ഉണർവിലേക്ക് ചുവടുവെച്ച് കുട്ടികൾ. അക്ഷരലോകത്തേക്ക് പുതിയ കൂട്ടുകാരെ ആഘോഷപൂർവ്വമാണ് കാസർകോട്ടെ ഓരോ സ്കൂളുകളും വരവേറ്റത്. കാസർഗോഡ് മേൽപ്പറമ്പ് ചെമ്പരിക്കയിൽ തെങ്ങ് പൊട്ടിവീണ വൈദ്യുതി തൂണുകൾ തകർന്നു. അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് പരിക്ക്. ഓട്ടോ നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചു. വേണൂർ കതിർവരമ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിലെ വിജയികൾക്കുള്ള അനുമോദനവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. വി മാധവൻ മാഷ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പ്രീപെയ്ഡ് ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ID കാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം NSSന്റെ നേതൃത്വത്തിൽ സഹപാഠിക്ക് വീടൊരുങ്ങി. സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം ചൊവ്വാഴ്ച. വാർത്തകൾ വിശദമായി. കളിച്ചിരികളുടെ 2 മാസത്തെ വേനലവധിക്ക് ശേഷം പഠനനാളുകളുടെ പുത്തൻ ഉണർവിലേക്ക് ചുവടുവെച്ച് കുട്ടികൾ. അക്ഷരലോകത്തേക്ക് പുതിയ കൂട്ടുകാരെ ആഘോഷപൂർവ്വമാണ് കാസർകോട്ടെ ഓരോ സ്കൂളുകളും വരവേറ്റത്. ഓരോ സ്കൂളുകളിലെ പ്രവേശനോത്സവം നിറങ്ങളുടെയും സന്തോഷത്തിന്റെയും മനോഹര കാഴ്ചയായി മാറി. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം മടിക്കൈ മേക്കാട്ട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉത്സവ നിറവിൽ നടന്നു. വേനലവധിക്ക് ശേഷം കുരുന്നുകളുടെ കാലൊച്ചകളും കലപിലാരവങ്ങളുമായി വിദ്യാലയമുറ്റങ്ങൾ സജീവമായി. സ്കൂളുകളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവങ്ങളിൽ ആഘോഷപൂർവ്വം വിദ്യാർത്ഥികളെ വരവേറ്റു. അക്ഷരമുറ്റത്തെത്തിയ പുതിയ കൂട്ടുകാരെയും പുതിയ അധ്യയന വർഷത്തെയും വിദ്യാർത്ഥികളും സ്കൂളുകളും ഉത്സവാന്തരീക്ഷത്തിൽ വരവേറ്റു. പുത്തനുടുപ്പും ബാഗും കുടയുമായി അറിവ് തേടിയെത്തിയ കുട്ടികളുടെ കളിച്ചിരികളാൽ വിദ്യാലയമുറ്റം നിറഞ്ഞു. പല സ്കൂളുകളിലും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയും മധുര പലഹാരങ്ങൾ നൽകിയുമാണ് കുട്ടികളെ വരവേറ്റത്. സ്കൂളുകൾ വർണ്ണപ്പകിട്ടാർന്ന രീതിയിൽ അലങ്കരിക്കുകയും ചെയ്തിരുന്നു. കാസർഗോഡ് ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം മടിക്കൈ മേക്കാട്ട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉത്സവ നിറവിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സ്കൂളിന്റെ പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ ഒരു മഹോത്സവമാക്കി മാറ്റി ഈ നാട്ടുകാർ. ഇത് കേവലം ഈ സ്കൂളിന്റെ മാത്രം ഒരു പ്രവേശനോത്സവമല്ല, ഈ നാടിന്റെ, ഈ ഗ്രാമത്തിന്റെ ഒരു പ്രവേശനോത്സവമാക്കി മാറ്റാൻ ഈ നാട്ടുകാർക്കും അതുപോലെ PTA ഭാരവാഹികൾക്കും ഇതിന്റെ സംഘാടക സമിതിയിലുള്ള എല്ലാവർക്കും സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു. ഇതിനു പുറമെ ജില്ലയിലെ 592 പൊതുവിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം നടന്നു. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരുന്നു പ്രവേശനോത്സവങ്ങൾ നടന്നത്. ഉദ്ഘാടന ദിവസം മുതൽ 2 ആഴ്ചക്കാലം ഓരോ അധ്യയന ദിനത്തിലും വിദ്യാർത്ഥികൾക്ക് വിവിധ വിദ്യാലയങ്ങളിലുള്ള 1 മണിക്കൂർ നീളുന്ന ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മേൽപ്പറമ്പ് ചെമ്പരിക്കയിൽ തെങ്ങ് പൊട്ടിവീണ് വൈദ്യുതി തൂണുകൾ തകർന്നു. 4 വൈദ്യുതി തൂണുകളാണ് റോഡിലേക്ക് തകർന്നു വീണത്. അപകട സമയത്ത് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിന്റെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ഇതുവഴി കടന്നുവന്ന ഓട്ടോ നിയന്ത്രണം വിട്ട് മതിലിടിക്കുകയും മദ്രസയിൽ പോവുകയായിരുന്ന നിരവധി വിദ്യാർത്ഥികൾ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. തിങ്കളാഴ്ച രാവിലെ 6:30 മണിയോടെയാണ് ചെമ്പരിക്ക സ്കൂൾ റോഡിൽ അപകടമുണ്ടായത്. വലിയ തെങ്ങ് പൊട്ടി വൈദ്യുതി കമ്പിയിലേക്ക് വീഴുകയായിരുന്നു. ഇതോടെ കമ്പികൾ വലിഞ്ഞ് 4 വൈദ്യുതി തൂണുകൾ റോഡിലേക്ക് വീഴുകയായിരുന്നു. അപകട സമയത്ത് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിൻ്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. കുട്ടികളെ മദ്രസയിലാക്കി തിരികെ വീട്ടിലേക്ക് പോകുകയായിരുന്ന ചെമ്പരിക്കയിലെ മുഹമ്മദ് കുഞ്ഞിയുടെ കാലിനാണ് പരിക്കേറ്റത്. ഭാഗ്യമൊന്നുകൊണ്ട് മാത്രമാണ് മുഹമ്മദ് കുഞ്ഞിക്ക് മറ്റ് അപകടങ്ങളൊന്നും സംഭവിക്കാതിരുന്നത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് കുഞ്ഞിയെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകട സമയത്ത് സ്കൂൾ റോഡിലൂടെ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോ നിയന്ത്രണം വിട്ട് റോഡരികിലെ മതിലിലിടിച്ച് ഡ്രൈവർ റഹ്മത്തുള്ളയ്ക്ക് നിസാരമായി പരിക്കേറ്റു. മദ്രസയിൽ പോകുകയായിരുന്ന നിരവധി വിദ്യാർത്ഥികൾ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വിദ്യാർത്ഥികൾ പോയിക്കഴിഞ്ഞ് മിനിറ്റുകൾ കഴിഞ്ഞാണ് വൈദ്യുതി തൂണുകൾ തകർന്നു വീണത്. മദ്രസ വിടുന്ന സമയത്താണ് അപകടമുണ്ടായിരുന്നതെങ്കിൽ വലിയ ദുരന്തം തന്നെ സംഭവിക്കുമായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അപകടത്തെ തുടർന്ന് ഈ ഭാഗത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലമ്പളപ്പിലേക്കുള്ള ബസ് സർവീസും ഒഴിവാക്കി. പോസ്റ്റുകൾ നീക്കുന്നതുവരെ മറ്റ് ചെറുവാഹനങ്ങൾ ബീച്ച് റോഡ് ജുമാ മസ്ജിദ് വഴിയാണ് പോകേണ്ടത്.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് സമീപം പടുവളത്താണ് 1/2 കിലോമീറ്ററിലധികം വിള്ളൽ രൂപപ്പെട്ടത്. വിള്ളൽ വീണ സ്ഥലത്തെ അറ്റകുറ്റപ്പണികൾ നിർത്തിവെക്കണമെന്നും കളക്ടറും ജനപ്രതിനിധികളുമടക്കം സ്ഥലം സന്ദർശിക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി. കാസർഗോഡ് ദേശീയപാതയിൽ വിള്ളലുകൾ രൂപപ്പെടുന്നത് പതിവ് സംഭവമാകുന്നു. ഒടുവിലായി പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം സ്റ്റോപ്പിലെ പാലം മുതൽ പടുവളം വരെ റോഡിന്റെ പടിഞ്ഞാറും കിഴക്കും 1/2 കിലോമീറ്ററോളമാണ് വിള്ളൽ കാണപ്പെട്ടത്. 10 മീറ്ററിലധികം ഉയരത്തിൽ കെട്ടിപ്പൊക്കിയാണ് ഇവിടെ നിർമ്മാണം നടന്നത്. ഇതുവഴി വാഹന ഗതാഗതം തുടങ്ങിയിട്ടില്ല. സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. വിള്ളൽ കണ്ടതായി നാട്ടുകാർ നിർമ്മാണ കമ്പനിയെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വിള്ളലിൽ ടാർ ഒഴിച്ച് ഒട്ടിച്ച് അതിനു മുകളിൽ ഒരു പാളി കോൺക്രീറ്റും നിരത്തി പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടിവെച്ച നിലയിലാണുള്ളത്. വിള്ളൽ വീണ സ്ഥലത്തെ അറ്റകുറ്റപ്പണികൾ നിർത്തിവെക്കണമെന്നും കളക്ടറും ജനപ്രതിനിധികളുമടക്കം സ്ഥലം സന്ദർശിക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തെ ഭിത്തിയുടെ ബലക്ഷമത പരിശോധിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചെങ്കള നീലേശ്വരം റീച്ചിൽ പലയിടത്തും വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ചെർക്കള, തെക്കിൽ, കാനത്തുംകുണ്ട്, പെരിയാട്ടടുക്കം ടൗൺ ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിലും നേരത്തെ വിള്ളലുകൾ കണ്ടെത്തിയിരുന്നു. പ്രവൃത്തിയിലെ അശാസ്ത്രീയതയും കൃത്രിമത്വവുമാണ് ഇത്തരത്തിലുള്ള വിള്ളലുകളും ഗർത്തങ്ങളും രൂപപ്പെടുവാൻ കാരണമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വേണൂർ കതിർവരമ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ USS SSLC +2 പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദനവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. റിട്ടയർഡ് അധ്യാപകൻ V. മാധവൻ മാഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജിയോളജിയിൽ 1ാം റാങ്ക് നേടി നാടിന് അഭിമാനമായി മാറിയ അനുപമ രാധാകൃഷ്ണനെയും അനുമോദിച്ചു. വേണൂർ കതിർവരമ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രദേശത്തെ കുട്ടികളെ അനുമോദിച്ചു. USS നേടിയ കുട്ടികളെയും SSLC പരീക്ഷയിൽ A+ നേടിയ കുട്ടികളെയും +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയുമാണ് അനുമോദിച്ചത്. റിട്ടയർഡ് അധ്യാപകനായ V. മാധവൻ മാഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജിയോളജിയിൽ 1ാം റാങ്ക് നേടി നാടിന് അഭിമാനമായി മാറിയ അനുപമ രാധാകൃഷ്ണനെയും അനുമോദിച്ചു. മുതിർന്ന കർഷകൻ കുഞ്ഞമ്പു നായർ, കണ്ണൻ നായർ, V. മാധവൻ മാഷ്, കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ രമ ടീച്ചർ എന്നിവർ കുട്ടികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. ഇതോടൊപ്പം വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. പ്രശസ്ത മോട്ടിവേറ്ററും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന കമ്മീഷണറുമായ അജിത് C. കളനാട് ക്ലാസ് കൈകാര്യം ചെയ്തു. രസകരമായ കളിയും കാര്യവും കൂടിക്കലർന്ന ക്ലാസ് നിറഞ്ഞ സദസ്സ് മികച്ച രീതിയിൽ തന്നെ ഏറ്റെടുത്തു. രമ ടീച്ചർ, നിവേദ്, അമ്പിളി, അനിതാരാജ് എന്നിവർ മോട്ടിവേഷൻ ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. കൂട്ടായ്മ ട്രഷറർ ചന്ദ്രശേഖരൻ അടുക്കം, രക്ഷാധികാരി വേണുഗോപാലൻ, വനിതാ വിംഗ് പ്രസിഡന്റ് മഞ്ജുള പ്രദീപ് എന്നിവർ സംസാരിച്ചു. കൂട്ടായ്മ സെക്രട്ടറി മാധവൻ നമ്പ്യാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ചാരുഹാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പ്രീപെയ്ഡ് ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ID കാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു. തിരുവത്ത് ഉബൈദ് ലൈബ്രറി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ പ്രീപെയ്ഡ് ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തെരുവത്ത് ഉബൈദ് ലൈബ്രറി ഹാളിൽ ID കാർഡ് വിതരണവും അനുമോദന പരിപാടിയും സംഘടിപ്പിച്ചു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ എന്താണോ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആ പ്രവർത്തനം കൃത്യമായി നടക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കൃത്യത എല്ലാ കാര്യത്തിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിൻ്റെ ഇടയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാനാണ് നമുക്ക് സാധിക്കേണ്ടത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. കാസർഗോഡ് വരുന്ന ആളുകളെ നല്ല രീതിയിൽ സ്വീകരിച്ച് അവർക്ക് എത്തപ്പെടേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം കൂടി നമ്മുടെ ഇടയിൽ ഉണ്ടാവണം. അബ്ദുൽ ഖാദർ NM അധ്യക്ഷത വഹിച്ചു. സുധീഷ് സ്വാഗതം പറഞ്ഞു. കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷൻ CI നളിനാക്ഷൻ മുഖ്യാതിഥിയായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് കാര്യം നാടിൻ്റെ നിങ്ങളെ ജീവനോപാധി എന്നുള്ള നിലയിൽ നിങ്ങളൊരു ജോലിയായി കൊണ്ടു നടക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ സേവനം എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനത്തിൽ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള മനസ്സ് മാത്രം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ തന്നെ.
ട്രാഫിക് SIമാരായ സുധാകരൻ KV, രവീന്ദ്രൻ V, കാസർഗോഡ് നഗരസഭ 22-ാം വാർഡ് കൗൺസിലർ ഹാഫിള ബഷീർ, ബഷീർ തൊട്ടാൻ തെരുവത്ത് TE മുക്താർ, KRC പ്രസിഡന്റ് ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ID കാർഡ് വിതരണം നടന്നു. കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷൻ CI നളിനാക്ഷൻ, ട്രാഫിക് SIമാരായ സുധാകരൻ KV, രവീന്ദ്രൻ V എന്നിവർ ID കാർഡുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഫിദ റൈഹാന, +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ സന ഫാത്തിമ, അണ്ടർ-19 ഡിസ്ട്രിക്ട് പ്ലെയർ അലി സൈൻ എന്നിവരെ അനുമോദിച്ചു. ചടങ്ങിൽ ഓട്ടോ മെക്കാനിക് മഞ്ജുനാഥിനെ ആദരിച്ചു. നിയാസ് NM, നിസാർ തളങ്കര എന്നിവർ ആദരവേകി. ഹബീബ് തെരുവത്ത് പരിപാടിയുടെ കോർഡിനേറ്ററായിരുന്നു. ജമാലുദ്ദീൻ, റസാഖ്, ഷിഹാബ്, നിസാർ തളങ്കര, സമീർ തളങ്കര, വാഹിദ്, സുധീഷ്, നിതീഷ്, അജിത് കുമാർ, രമേശ്, മുഹമ്മദ് ഷൈജൽ, മുനീർ നുള്ളിപ്പാടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആടിയും പാടിയും അക്ഷരമധുരം നുകരാൻ കുരുന്നുകൾ വിദ്യാലയങ്ങളിലെത്തി. കാസർഗോഡ് മഡോണ AUP സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു. അറിവിന്റെ ആദ്യാക്ഷരം തേടി വിദ്യാലയമുറ്റത്തെത്തുന്ന കുരുന്നുകളെ ആഘോഷപൂർവ്വം വരവേറ്റ് കാസർഗോഡ് മഡോണ AUP സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ നമ്മളെ അടുക്കളയിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിൽ നിന്ന് മാറ്റം വരണം. അതിൽ നിന്ന് മാറ്റം വരുവാൻ വേണ്ടിയാണ് സ്കൂൾ തലത്തിൽ ഇപ്പോൾ നൈപുണ്യമായിട്ടുള്ള അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് നടത്തുന്നതിന് വേണ്ടി, പഠനത്തോടൊപ്പം അവർക്ക് ജീവിത മാർഗവും നേടുന്നതിന് വേണ്ടിയുള്ള പല കാര്യങ്ങളും ഗവൺമെൻറ് ഇപ്പോൾ ആസൂത്രണം ചെയ്തു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ മാതാപിതാക്കളോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വേണം നമ്മുടെ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് അയക്കുവാൻ. അവരെ ആ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നല്ല രീതിയിൽ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് നല്ല ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. PTA പ്രസിഡന്റ് അമീൻ തിരുവത്ത് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷഹീർ ആസിഫ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി K, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീത്ത R, സിയാന ഹനീഫ്, അബ്ദുൽ ജലീൽ DV, ഹസീന നൌഷാദ്, മരിയ ലിസി, ഹക്കീം, ഉനൈസ്, മദർ PTA പ്രസിഡന്റ് മഞ്ജുള ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഹെഡ് മിസ്റ്റർ ശോഭിത AC സ്വാഗതവും ബിജി ജേക്കബ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം NSSന്റെ നേതൃത്വത്തിൽ സഹപാഠിക്ക് വീടൊരുങ്ങി. സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ അസുഖബാധിതനായ പിതാവുമൊത്ത് 15 വർഷത്തിൽ കൂടുതലായി വാടക വീട്ടിൽ കഴിയുന്ന സഹപാഠിക്ക് വീടൊരുങ്ങി. ചെമ്മനാട് ആലിച്ചേരിയിൽ നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം ചൊവ്വാഴ്ച സ്കൂൾ മാനേജർ CT അഹമ്മദിൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മിക്കുന്ന 4ാമത്തെ വീടാണിത്. ചടങ്ങിൽ NSS സ്റ്റേറ്റ് ഓഫീസർ ഡോക്ടർ അൻസർ RN, ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് കുമാർ R എന്നിവർ മുഖ്യാതിഥികളായിരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് എല്ലാ ഭാഗത്തും നല്ല സഹകരണമാണ് ഏറ്റവും അധികം നമുക്ക് ലഭ്യമാകുന്നത്. ഇതൊരു പാവപ്പെട്ട 2 കുട്ടികളുടെ പിതാവ്, ഏറ്റവും പാവപ്പെട്ട വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് 4ാമത്തെ വീടാണ്. 3 വീടും നേരത്തെ അതിൻ്റെ താക്കോൽ ദാനകർമ്മം നിർവഹിച്ചു. 3 വീട് മുമ്പ് നിർവഹിച്ചു. ഈ 4ാമത്തെ വീടാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ കുടുംബം നല്ല സുഖത്തിൽ, നല്ല ഐശ്വര്യത്തിൽ ഈ വീട്ടിൽ താമസിക്കാൻ ഈ കുടുംബത്തിന് ദൈവം സഹായിക്കട്ടെ എന്നാണ്. CT അഹമ്മദ് അലി, മുഹമ്മദ് മുസ്തഫ CM, ഡോക്ടർ സുകുമാരൻ നായർ, ഉമറൽ ഫാറൂഖ് NM, BH അബ്ദുൽ ഖാദർ, KT നിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മധൂർ GJB സ്കൂൾ പ്രവേശനോത്സവം വിപുലമായി സംഘടിപ്പിച്ചു. മധൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമേഷ് കെട്ടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മധൂർ GJB സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം മധൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമേഷ് കെട്ടി ഉദ്ഘാടനം ചെയ്തു. ದೊಡ್ಡ ಒಂದು ಕರ್ನಾಟಕ ನಮ್ಮ ಮಕ್ಕಳನ್ನು ಒಳ್ಳೆಯ ವಿದ್ಯಾವಂತರಾಗಿ ಮಾಡಬೇಕಿದ್ರೆ ನಮ್ಮ ಹೆತ್ತವರು
ಕೂಡ ಒಳ್ಳೆಯ ಶ್ರದ್ಧೆಯನ್ನು ವಹಿಸಬೇಕು. ಮಕ್ಕಳೊಟ್ಟಿಗೆ ಒಂದು ಹೊತ್ತಿನ ಊಟವಾದರೂ ಮಕ್ಕಳೊಟ್ಟಿಗೆ ಮಾಡೋಣ. ನಾವೀಗ ಮಾಡುವಂಥದ್ದು ಗಂಡನಿಗೊಂದು ಮೊಬೈಲ್, ಹೆಂಡತಿಗೊಂದು ಮೊಬೈಲು, ಮಕ್ಕಳಿಗೆ ಒಂದು ಮೊಬೈಲ್. ಏನೇ ಇರಲಿ ಮೊಬೈಲ್ ಕೂಡ ಅಗತ್ಯವೇ. ಮೊಬೈಲ್ ಉಪಯೋಗ ಕೂಡ ಸ್ವಲ್ಪ ಕಡಿಮೆ ಮಾಡಿ ಒಳ್ಳೆಯದು. ಒಂದು ಹೊತ್ತಿನ ಊಟಕ್ಕಾದರೂ ನಾವು ಹೆತ್ತವರು ಗಂಡ ಹೆಂಡತಿ ಮಕ್ಕಳೆಲ್ಲ ಸೇರಿ ಒಂದು ಹೊತ್ತಿನ ಊಟಕ್ಕಾದರೂ ಊಟವನ್ನು ಕುಟುಂಬದ ಹಾಗೆ ಮಾಡೋಣ. ಆ ನಿಟ್ಟಿನಲ್ಲಿ ಆ ಮಕ್ಕಳಿಗೆ ಅದೊಂದು ಒಳ್ಳೆಯ ಒಂದು പാഠമാക്കുന്നത്. PTA പ്രസിഡന്റ് നരേന്ദ്ര KP അധ്യക്ഷത വഹിച്ചു. കുട്ടികൾ അക്ഷരദീപം തെളിയിച്ചു. തുടർന്ന് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. OSA സതീഷ് മധൂർ, മദർ PTA പ്രസിഡന്റ് അനിത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പരിപാടിയിൽ കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് കുമാർ B സ്വാഗതവും അധ്യാപിക സജിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തലേക്കള ബ്ലാക്ക് സ്റ്റാലോൺസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നായർമൂലെ ഫാമിലി അസോസിയേഷൻ നേതൃത്വത്തിൽ ആരോഗ്യ പരിശോധനയും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം MLA AK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. തലേക്കള ബ്ലാക്ക് സ്റ്റാലോൺസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നായർമൂലെ ഫാമിലി അസോസിയേഷൻ നേതൃത്വത്തിൽ മിയപ്പദവ് സ്കൂൾ അങ്കണത്തിൽ ആരോഗ്യ പരിശോധനയും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം MLA AK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മീഞ്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി R. ഷെട്ടി, റിട്ടയർഡ് ജില്ലാ ജഡ്ജി ഹാജി മൂസ, ഡോക്ടർ ഉമർ നായർമൂലെ, ഡോക്ടർ MS മൂസബ്ബ ഹാജി, അബ്ദുൽ ഖാദർ ഹൊസമനെ, ശ്രീധര റാവു, RM അബ്ദുൽ ഹമീദ്, ജ്യോതി റൈ, ഇബ്രാഹിം ഹൊന്നക്കട്ടെ, ഇംതിയാസ് തലേക്കള തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. നൂറുകണക്കിന് പേർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് നഗരത്തിലെ പർദ ഷോപ്പിൽ വൻ തീപിടുത്തം. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തിക്കുന്ന ഇസ്വ പർദ ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം. തിങ്കളാഴ്ച പുലർച്ചെ 5:30 മണിയോടെയാണ് പർദ ഷോപ്പിൽ തീപിടിച്ചതായുള്ള വിവരം അറിഞ്ഞത്. ഉടൻ തന്നെ കാസർഗോഡ് ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ ഹർഷയുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതെ വന്നതോടെ ഉപ്പള, കുറ്റിക്കോൽ എന്നിവിടങ്ങളിൽ നിന്നായി കൂടുതൽ ഫയർഫോഴ്സ് എത്തിയാണ് തീ കെടുത്തിയത്. 3 തയ്യൽ മെഷീനുകളും 100 കണക്കിന് പർദ്ദകളും തുണികളും മറ്റ് സാധന സാമഗ്രികളും പൂർണ്ണമായി കത്തിനശിച്ചു. ചെർക്കളയിലെ P. നിസാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഇസ്വ പർദ ഷോപ്പ്. അപകട കാരണം വ്യക്തമായിട്ടില്ല. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഴ മാറി നിന്ന അന്തരീക്ഷത്തിൽ ചെറുവത്തൂർ ഉപജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം നിറമുള്ളതായി. കൊടക്കാട് ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിൽ നടന്ന പരിപാടി M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടക്കാട് ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിൽ നടന്ന ചെറുവത്തൂർ ഉപജില്ലാ പ്രവേശനോത്സവം M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പുതിയ കാലത്ത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും ആധുനിക വിദ്യാഭ്യാസവും നമ്മുടെ പുതിയ തലമുറക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ആ അർത്ഥത്തിൽ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത്തവണ കലാലയങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക് വരവേൽക്കുന്നത്. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂർ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ, SSK പ്രോഗ്രാം ഓഫീസർ KP രഞ്ജിത്ത്, ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ A. പ്രസന്ന, VV സുബ്രഹ്മണ്യൻ, K. ഷിമോദ്, V. അജിത, P. ദിലീപ്, K. നന്ദിത, K. ശ്രുതി, NK ജയദീപ്, PP പ്രസീത, NV ലിവിൻ കുമാർ, MA ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നവാഗതരായ വിദ്യാർത്ഥികൾക്ക് തിമിരി സർവീസ് സഹകരണ ബാങ്ക് സ്കൂൾ ബാഗുകൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 2 മാസത്തെ അവധിക്കാലം കഴിഞ്ഞെത്തിയ കുട്ടികൾക്ക് പൊതുവിദ്യാലയങ്ങളിൽ ആവേശനിറവിൽ പ്രവേശനോത്സവം. തൃക്കരിപ്പൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവം തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ നടന്നു. ആദ്യമായി വിദ്യാലയ അന്തരീക്ഷത്തിലേക്കെത്തിയ 131 ക്ലാസ്സുകാരെ സ്കൂൾ കവാടത്തിൽ നിന്നും ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചു. വാട്ടർ ബോട്ടിലും വർണ്ണത്തൊപ്പികളും കളർ പെൻസിലുകളും സ്കൂൾ അധികൃതർ കുരുന്നുകൾക്ക് സമ്മാനിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ കോർണറിൽ വിമാനാകൃതിയിലുള്ള ഫോട്ടോ പോയിന്റിൽ ചിത്രങ്ങളും വീഡിയോകളും എടുക്കാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മത്സരിക്കുകയും ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. പഠിക്കാൻ
ഇത്തവണ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസം 2005 വിദ്യാഭ്യാസമാണ്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം E ശശിധരൻ, സ്കൂൾ PTA പ്രസിഡന്റ് MV ഫൈസൽ, സ്കൂൾ മാനേജർ ഫാദർ മാത്യു തൈക്കൽ, CRC കോർഡിനേറ്റർ C സനൂപ്, സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി സരിത സന്തോഷ്, മദർ PTA പ്രസിഡന്റ് N സുൽഫാനത്ത് എന്നിവർ സംസാരിച്ചു. സുബൈർ കുരിക്കൽ സമ്മാനദാനം നിർവഹിച്ചു. കുട്ടികൾക്ക് സ്വരമാധുരി പകർന്ന് പുല്ലാങ്കുഴൽ വാദകൻ ജോൺസൺ പുഞ്ചക്കാട് പുല്ലാങ്കുഴലിൽ നാദധാര തീർത്തു. ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ LSS, USS, അറബിക്, ഉറുദു, സംസ്കൃതം പരീക്ഷകളിൽ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. അവധിക്കാലത്ത് അധ്യാപക പരിശീലകരായി പ്രവർത്തിച്ച സ്കൂളിലെ അധ്യാപകരെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് കരിന്തളത്തെ യുവാവിനെ വീടിന്റെ അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിയങ്ങാനം കുറിഞ്ചേരിയിലെ മൈലക്കൽ ബേബിയുടെ മകൻ ജോസഫാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെയാണ് തൂങ്ങിയ നിലയിൽ മൃതദേഹം കാണപ്പെട്ടത്. നീലേശ്വരം പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി. എറണാകുളത്ത് ജോലി ചെയ്തു വരികയായിരുന്ന ജോസഫ് 6 മാസം മുൻപാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. അതിനുശേഷം ജോലിക്ക് പോയിരുന്നില്ല. ആത്മഹത്യ ചെയ്യുവാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അനുമോദനവും കരിയർ ഗൈഡൻസ് ക്യാമ്പും സംഘടിപ്പിച്ച് അജാനൂർ ഗ്രാമപഞ്ചായത്ത്. വിജയാരവൻ 2025 ശ്രദ്ധേയമായി. ഇക്കഴിഞ്ഞ SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അജാനൂർ പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന SLC, +2 ഉന്നത വിജയികളെയാണ് തെക്കേപ്പുറം റോയൽ റെസിഡൻസി ഹാളിൽ വെച്ച് വിജയാരവം 2025 എന്ന പേരിൽ അനുമോദന പരിപാടി നടത്തിയത്. ഒപ്പം അസാപ്പിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. വിജയാരവം 2025 ഉദ്ഘാടനം ഉദുമ MLA CH കുഞ്ഞമ്പു നിർവഹിച്ചു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ അധ്യക്ഷത വഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മീന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണൻ മാസ്റ്റർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമ്മർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ലക്ഷ്മി തമ്പാൻ, A ദാമോദരൻ, MG പുഷ്പ, അജാനൂർ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് T ഷൈജു എന്നിവർ സംസാരിച്ചു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് സ്വാഗതവും അസാപ്പ് പ്രോഗ്രാം മാനേജർ NK പ്രജിത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് അസാപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ കരിയർ ഗൈഡൻസ് ക്യാമ്പിൽ നിരവധി വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും രക്ഷിതാക്കളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഴ കുറഞ്ഞതോടെ കാസർഗോഡ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നു. റാണിപുരം, പള്ളിക്കര ബീച്ച്, കൈറ്റ് ബീച്ച് തുടങ്ങിയവയാണ് സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തത്. കാലവർഷത്തെ തുടർന്ന് കാസർഗോഡ് ജില്ലാ കലക്ടർ കഴിഞ്ഞ 24 മുതൽ 31 വരെ ഏർപ്പെടുത്തിയ റാണിപുരം ട്രക്കിംഗ് നിരോധനത്തിന് ശേഷം ഞായറാഴ്ച തുറന്നപ്പോൾ 683 പേരാണ് റാണിപുരം ട്രക്കിങ്ങിനായി എത്തിയത്. ഇതിൽ 371 പേർ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയവരാണ്. തൊട്ടടുത്ത കർണാടകയിലെ സുള്യ, മടിക്കേരി, പുത്തൂർ, മൈസൂരു, ബാംഗ്ലൂരു, മംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നെത്തിയ സഞ്ചാരികൾ 312 പേരാണ്. റാണിപുരത്തിന്റെ മഴയും കോടമഞ്ഞും മലനിരകളും വശ്യമായ കാനന കാഴ്ചകൾ കാണാനുമായി എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് റാണിപുരം ട്രക്കിങ്ങിനായി എത്തുന്ന പ്രദേശവാസികളുടെ എണ്ണവും കൂടുതലാണ്. സഞ്ചാരികളുടെ സർവീസ്ഡ് വില്ലകളിലും തിരക്ക് കൂടിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിനോദസഞ്ചാരികൾ റാണിപുരത്തിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ റാണിപുരത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റാണിപുരം വന സംരക്ഷണ സമിതി പ്രസിഡന്റ് S മധുസൂദനൻ, സെക്രട്ടറി D വിമൽരാജ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, റാണിപുരം. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ചവർക്ക് യാത്രയയപ്പ് നൽകി. ബാങ്ക് സെക്രട്ടറി നസീമ KP, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ച ബാങ്ക് സെക്രട്ടറി നസീമ KP, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് എന്നിവർക്ക് ബാങ്ക് ഭരണസമിതിയും സ്റ്റാഫ് കൌൺസിലും ചേർന്ന് യാത്രയയപ്പ് നൽകി. ബാങ്ക് ഹാളിൽ സ്റ്റാഫ് കൌൺസിൽ പ്രസിഡന്റ് പരിപാടിയിൽ ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഹംസ പുതിയക്കോട്ട, VV സുധാകരൻ, NK രത്നാകരൻ, T കുഞ്ഞികൃഷ്ണൻ, VV മോഹനൻ, കരീം കല്ലൂരാവി, ഭാസ്കരൻ, P സരോജ, അസീന പടന്നക്കാട്, സുബൈദ, മുൻ ബാങ്ക് പ്രസിഡന്റ് A മോഹനൻ നായർ, മുൻ സെക്രട്ടറി H കമലാക്ഷ, വിനോദ് പഞ്ചിക്കൽ, ഗീത VV, M സുനിൽ,
രാഹുൽ ആർ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് കൌൺസിലിന്റെ ഉപഹാരങ്ങൾ സുജിത് പുതുക്കൈ, രതീഷ് OV എന്നിവരും, ബാങ്കിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുന്ന ശിവകുമാറിനുള്ള ഉപഹാരം ബാങ്ക് വൈസ് പ്രസിഡന്റ് ഹംസ പുതിയകോട്ടയും സ്റ്റാഫ് കൌൺസിൽ പ്രസിഡന്റും വിതരണം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന സെക്രട്ടറി നസീമ, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി സുജിത് പുതുക്കൈ സ്വാഗതവും ട്രഷറർ കെ അനിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കളിച്ചിരികളുടെ 2 മാസത്തെ വേനലവധിക്ക് ശേഷം പഠനനാളുകളുടെ പുത്തൻ ഉണർവിലേക്ക് ചുവടുവെച്ച് കുട്ടികൾ. അക്ഷരലോകത്തേക്ക് പുതിയ കൂട്ടുകാരെ ആഘോഷപൂർവ്വമാണ് കാസർകോട്ടെ ഓരോ സ്കൂളുകളും വരവേറ്റത്. കാസർഗോഡ് മേൽപ്പറമ്പ് ചെമ്പരിക്കയിൽ തെങ്ങ് പൊട്ടിവീണ വൈദ്യുതി തൂണുകൾ തകർന്നു. അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് പരിക്ക്. ഓട്ടോ നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചു. വേണൂർ കതിർവരമ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിലെ വിജയികൾക്കുള്ള അനുമോദനവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. വി മാധവൻ മാഷ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പ്രീപെയ്ഡ് ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ID കാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം NSSന്റെ നേതൃത്വത്തിൽ സഹപാഠിക്ക് വീടൊരുങ്ങി. സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം ചൊവ്വാഴ്ച. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.